UDF സെക്രട്ടറി ജോണി നെല്ലൂരും ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോണി നെല്ലൂർ, ഉമ്മൻചാണ്ടിയുടെ ഇപ്പോഴത്തെ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പാർട്ടിക്കുള്ളിൽ അദ്ദേഹം സഹകരിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മുന്നണിയിൽ അദ്ദേഹം സഹകരിക്കുന്നുണ്ടല്ലോ, മാത്രമല്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നുമുണ്ട്. മാധ്യമങ്ങളിലൂടെ അറിയുന്ന വാർത്തയല്ലാതെ ഉമ്മൻചാണ്ടി സഹകരിക്കുന്നില്ല എന്നുള്ള വാർത്തയോട് എനിക്ക് ഒരു വിശ്വാസം തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ജനങ്ങളെ വിട്ടോ ജനകീയ വിഷയങ്ങൾ വിട്ടോ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല. ഇപ്പൊ തന്നെ ഡൽഹിയിൽ നടന്ന UDFന്റെ MLA-മാർക്ക് സമരത്തിൽ പങ്കെടുത്തില്ല, അതെന്തെങ്കിലും അസൗകര്യം ഉണ്ടാകാം. പക്ഷേ അന്ന് UDF ഉന്നയിച്ച വിഷയമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തെ വളരെ ഗൗരവതരത്തിൽ ബാധിച്ചിരിക്കുന്ന അരിയില്ലാത്ത, റേഷൻ കടകളിൽ പോലും അരിയില്ലാത്ത ഗൗരവതരമായ ഒരു വിഷയമാണ് പ്രധാനമായും ഡൽഹിയിൽ അന്ന് ഉന്നയിച്ചത്. ആ വിഷയവുമായി അദ്ദേഹം ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ രംഗവുമായി ഈ മേഖലയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നെ തന്നെ വിളിച്ച് ഫോണിൽ ചില കാര്യങ്ങൾ ആരാഞ്ഞ ശേഷം പിറ്റേന്ന ദിവസത്തെ പത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു ലേഖനം വളരെ വിശദമായി വരികയുണ്ടായി. വളരെ വ്യക്തമായി അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ശരിയാണ് ശ്രീ ജോണി നെല്ലൂർ, ചർച്ചയുടെ ആദ്യവും ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ജനകീയ വിഷയങ്ങളിൽ നിന്നും അദ്ദേഹം പോകുന്നില്ല. മാത്രമല്ല KPCC ഉന്നയിക്കുന്ന ജനകീയ വിഷയങ്ങളിൽ KPCC-യേക്കാൾ ശക്തമായ രീതിയിൽ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ തൻ്റെ ഗ്രൂപ്പാണ് പ്രബലം എന്ന ആത്മവിശ്വാസത്തിൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഈ നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷെ പാർട്ടി പരിപാടികളോട് സഹകരിക്കാതെയാണ്. പാർട്ടി പരിപാടികളോട് സഹകരിക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾ പറയുന്നു എന്നല്ലാതെ സഹകരിക്കുന്നില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളാണ്, UDFന്റെ ഒരു സജീവ പ്രവർത്തകനാണെന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഇപ്പൊ തന്നെ ഗ്രൂപ്പിന് അതീതമായി കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പുതിയ DCC പ്രസിഡന്റുമാരെ വെച്ചുവെന്നാണല്ലോ അവകാശപ്പെടുന്നത്. നല്ല കാര്യം. ആ പുതിയ DCC പ്രസിഡന്റുമാരെ എല്ലാം അഭിനന്ദിക്കുന്നു, അവർക്ക് എല്ലാവിധ മംഗളങ്ങൾ വിജയാശംസകളും നേരുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയുടെ 2 വക്താക്കൾ തമ്മിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടുള്ളൂ. അപ്പൊ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞാലും, എന്ത് ഗ്രൂപ്പിനതീതമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാണ് 2 വക്താക്കളുടെ പ്രസ്താവനകളിലൂടെ ഇപ്പൊ ഇവിടെ പ്രകടമായത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, കോൺഗ്രസ് പാർട്ടി ജോണി നെല്ലൂർ കഥ അറിയാതെ ആട്ടം കാണരുത്. ഞാനിവിടെ വന്ന പാർട്ടിയുടെ ഔദ്യോഗികമായ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഞാനിവിടെ ഒരു ഗ്രൂപ്പിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് പറയണം. ഉണ്ണിത്താനത് എങ്ങനെ തെറ്റിദ്ധരിക്കില്ല. ഞാൻ പറയണെന്നാ, നിങ്ങൾക്ക് പോലും ഒരു അഭിപ്രായ ഐക്യത്തിൽ വന്നു നിന്ന് ഒരാൾ പറയുന്നു 92-ൽ തെരഞ്ഞെടുപ്പ് നടന്നു, പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നില്ല, മറ്റേയാൾ പറയുന്നു തെരഞ്ഞെടുപ്പ് നടന്നു. ഞാനും വാഴക്കനും ഒരേ സ്വരത്തിൽ പറഞ്ഞു 92-ലാണ് ബാലറ്റ് പേപ്പറിലൂടെ കോൺഗ്രസിൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, സമവായമാണ് നടന്നത്. വേണമെങ്കിൽ അതിനെയും തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിൽ പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പിന്റെ കാര്യത്തെ സംബന്ധിച്ചോ കോൺഗ്രസ് പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് ഒന്നും പ്രതിപാദിക്കുവാനോ പ്രതികരിക്കുവാനോ ഞാൻ ആളല്ല. ഞാൻ അതിന് തയ്യാറുമാകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കേരള സംസ്ഥാനത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പാർട്ടി സുശക്തമായി ഗ്രൂപ്പിന് അതീതമായി ജനകീയ വിഷയങ്ങൾ നേതൃത്വം കൊടുത്ത് ആ വിഷയങ്ങൾക്ക് നേതൃത്വം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് UDFനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ആകണം, ഒരു നേതൃത്വമാകണം എന്ന് വിശ്വസിക്കുന്നവരാണ് UDFന്റെ പ്രവർത്തകർ എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് വിധത്തിൽ വ്യാഖ്യാനിച്ചാലും വേണ്ടില്ല. പക്ഷെ ഒന്ന് പറയാം, ഇവിടെ ഈ ഗ്രൂപ്പിന് അതീതമായി എന്ന് അവകാശപ്പെടുന്ന 14 DCC പ്രസിഡന്റുമാർ അവർ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ആരാണ് അവരോട് സഹകരിക്കേണ്ടത്? അവരോട് സഹകരിക്കേണ്ട മുതിർന്ന നേതാക്കന്മാർ, ഓരോ ഗ്രൂപ്പിന്റെയും തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ ആത്മാർത്ഥമായ സഹകരണമില്ലെങ്കിൽ അവർക്ക് വിജയകരമായി പോകാൻ കഴിയുമോ? അതാണ് ശ്രീ ഇന്ന് MM ഹസൻ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, 8 അതായത് ഒരു വിഭാഗത്തിന് അപ്രമാദിത്വം കിട്ടിയെന്ന് ഉറപ്പാണ്. അദ്ദേഹം 8 ജില്ലകൾ കിട്ടിയ I ഗ്രൂപ്പിനെ കുറിച്ച് തന്നെയാണ് ഇത് പറഞ്ഞത്. സഹകരിക്കാത്തത് ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ തന്നെയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഏത് ഗ്രൂപ്പ് എത്ര കിട്ടിയെങ്കിൽ അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. കോൺഗ്രസ് പാർട്ടിയാണ് UDFന്റെ നേതൃത്വത്തിലിരിക്കുന്നത്. ഓരോ ജില്ലയിലും കോൺഗ്രസ് പാർട്ടിയുടെ DCC അധ്യക്ഷന്മാരാണ് ആ പാർട്ടിയെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച് പ്രധാനമായ വാക്ക് പറയാൻ ചുമതലപ്പെട്ട ആളുകൾ. അപ്പൊ അവര് ശക്തമായി പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പിന് അതീതമായി എല്ലാവരും അവരോട് സഹകരിക്കണം. അത് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക
ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. ശ്രീ രാജ്മോഹൻ അങ്ങനെ ഒരു ആശങ്കയാണ് ശ്രീ ജോണി നെല്ലൂർ സെക്രട്ടറി ആണല്ലോ. അത്തരം ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VM സുധീരനും ഒറ്റക്കെട്ടായി ഈ പാർട്ടിയെ നയിക്കും, ശ്രീ AK ആന്റണിയുടെ അനുഗ്രഹാശിസുകളോടെ. അല്ലാതെ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഏതൊക്കെ കാലഘട്ടത്തിലുണ്ടായി, ആ അഭിപ്രായ വ്യത്യാസം പ്രശ്നാധിഷ്ഠിതമാണ്, അതിനൊരു സ്ഥായി ഭാവമില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് പാർട്ടി പരിപാടിയുമായി നിസ്സഹരിക്കുന്നു എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും സഹകരിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിന്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കാനാവില്ല. നിൽക്കാൻ കഴിയില്ല. ശ്രീ ജോണി നെല്ലൂർ എന്തോ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയ നേതാവിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ജനങ്ങളിൽ നകന്നു നിൽക്കാൻ കഴിയില്ല, ജനകീയ വിഷയങ്ങളിൽ നകന്നു നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം എന്നും ജനങ്ങളുടെ മുൻപന്തിയിൽ ഉണ്ടാകും. അക്കാര്യത്തെ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട. ഇതുപോലെ ഇന്നിപ്പോ അദ്ദേഹം ഔദ്യോഗികമായി ഒരു സ്ഥാനവും വഹിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഓടി നടന്ന് ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത് നമുക്ക് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നാം. അപ്പോ ഒരു കാരണവശാലും ഒരു നേതാവെങ്കിലും മാറി നിന്നാൽ അത് ഈ മുന്നണിക്കും കോൺഗ്രസിനും ക്ഷീണമാകും. പ്രത്യേകിച്ച് ഇന്ന് അങ്ങേയറ്റം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് മടങ്ങിയത്.